എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട്. എന്താണെന്നറിയോ? സി, നമ്മളൊരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത് എനിക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ നോക്കാറുണ്ട്, ഇതെനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ നമ്മൾ എഗൈൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് പിന്നെയും ആർഗ്യൂ ചെയ്തിട്ട് പിന്നെയും അവർ പല സംഭവങ്ങളായിട്ട് മുമ്പോട്ടേക്ക് വരും. അപ്പോൾ ഏറ്റവും അധികം ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. ചില ടൈംസിലൊക്കെ ഞാനും ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്ലയൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ പറയുന്ന മെന്റേഴ്സിന്റെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫീൽ ചെയ്തൊരു സംഭവമാണ്. ആവശ്യമില്ലാതെ ഒരുപാട് ആർഗ്യൂ ചെയ്യുക, എന്നിട്ട് അവർ വലുതാണ് എന്നുള്ളത് കാണിക്കുക. എനിക്ക് മനസ്സിലാവാത്തത്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്, ഇത് നിങ്ങളുടെ കരിയറാണ്, ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മെന്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. സോ നിങ്ങൾക്കൊരു രോഗം വന്നാലോ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ ഇന്ത്യൻ എജോബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. മെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ഡോക്ടറാണ്. നമ്മൾ ഡോക്ടേഴ്സാണ്. നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് മനസ്സിലാക്കി ഏത് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുക, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത്രത്തോളം നല്ല രീതിയിൽ പോകാൻ പറ്റുക എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന മെന്റേഴ്സ് ആയിരിക്കും അവർ. അപ്പം അവരോട് ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ആർഗ്യൂ ചെയ്ത് അവസാനം നിങ്ങൾക്ക് കിട്ടേണ്ട ആ ബെനിഫിറ്റ് ഇല്ലാതെ ആക്കണ്ട. മനസ്സിലായില്ലേ?